ഹലോ, നിങ്ങളുടെ മുഖം ഡള്ളായിരിക്കുകയാണോ? അത് പെട്ടെന്നൊന്ന് ഗ്ലോ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണിത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് തികച്ചും അത്ഭുതകരമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളീൻ്റെ പകുതി മാത്രം എടുത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് മിക്സിയുടെ ജാറിൽ ഇതേപോലെ ഒന്ന് ഇട്ടടിക്കുക. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ മാവ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് 1-2 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി എന്ന് പറയുന്നത് പുട്ടിൻ്റെ അരിപ്പൊടിയൊന്നും എടുക്കാൻ പാടില്ല. നമ്മൾ പത്തിരിക്കൊക്കെ ചുടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം കുക്കുംബർ ജ്യൂസാണ്. കുക്കുംബർ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കക്കിരിക്ക ഉണ്ടല്ലോ, ആ കക്കിരിക്ക ഇതേപോലെ തന്നെ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് അടിച്ചെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഈ ഒരു കുക്കുംബർ ജ്യൂസ്. ഇനി കുക്കുംബർ ജ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യുക. ഇനി അതുമല്ലെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ഇത് അധികം ടൈറ്റും ആയി പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഭയങ്കര ലൂസിലും ആയി പോകാൻ പാടില്ല. ഭയങ്കര ലൂസിലായി പോയാൽ നമ്മൾ ഫേസിലേക്ക് തേക്കുന്ന സമയത്ത് അത് ബൈൻഡായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് മുഖത്തേക്ക് തേച്ച് കൊടുക്കുക. മുഖത്ത് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രം നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അല്ലാണ്ട് വെറുതെ വാരി തേച്ച് കഴുകിയത് കൊണ്ട് വലിയ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് നിങ്ങളിത് ഫേസിൽ വെക്കുക. എല്ലാം നന്നായി ഡ്രൈ ആകുന്നത് വരെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാനാണെങ്കിൽ ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഒരു കിടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സൺ ടാന് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോ വരാൻ വേണ്ടിയിട്ടും സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്